ഹായ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിഷാദ് പാലക്കാട്. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായ ഒരു പ്രദേശത്താണ് ഞാൻ ഉള്ളത് കേട്ടോ. മനോഹരമായ പ്രദേശം എന്ന് വെച്ചാൽ അല്ലേ, നിറയെ പാടശേഖരങ്ങളും അല്ലേ തെങ്ങിൻ തോപ്പുകളൊക്കെ കൊണ്ട് വളരെ മനോഹരമായ, കാരണം വാഹനങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നൊരു റോഡ് നമുക്ക് കാണാൻ കഴിയും. അതായത് നമ്മളുള്ളത് ഒറ്റപ്പാലത്താണ്. ഒറ്റപ്പാലം അതിൻ്റെ പരിസരമൊക്കെ നിരവധി പ്രാവശ്യം നമ്മൾ കാണിച്ചതാണല്ലേ. എന്തായാലും ഒറ്റപ്പാലം ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്തുള്ളൊരു പ്രദേശം, ഒറ്റപ്പാലം ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അത് കഴിഞ്ഞ് തൊട്ടടുത്ത് മുന്നിൽ നമ്മളെ തോട്ടക്കര പോസ്റ്റ് ഓഫീസ്. ആ തോട്ടക്കര പോസ്റ്റ് ഓഫീസ് റോഡിലൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് 1 കിലോമീറ്റർ ദൂരം അല്ലേ, അതായത് ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമ്മളൊരു റെയിൽവേ സ്റ്റേഷൻ പരിധി പറയുകയാണെങ്കിൽ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്, റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ ടൗണിൽ നിന്ന് കുറച്ചുകൂടി അങ്ങോട്ടാണ്. അപ്പോൾ അതായത് ഒരു കറക്റ്റ് 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഇവിടുന്ന് കറക്റ്റായിട്ട് ഗൂഗിൾ കാണിക്കുന്നത്. അതായത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തൊക്കെ സ്ഥലങ്ങളും വീടുകളൊക്കെ അന്വേഷിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ കാണിക്കുന്നത്. അത് വളരെ ചെറിയൊരു വീടില്ല, ഒരു കൊച്ചു സ്ഥലത്ത്, ഒരു ഏകദേശം ഒരു 6 സെൻറ്റ് സ്ഥലത്ത്, 6 സെൻറ്റ് സ്ഥലത്തിന് കുറച്ച് കുറവുണ്ടാവും. എന്തായാലും നമുക്കതിൻ്റെ മനോഹരമായ ഈ ഒരു പരിസരവും വീടും കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അല്ലേ. വീടിൻ്റെ മുന്നിലൂടെ, നമ്മുടെ പ്രോപ്പർട്ടിയുടെ മുന്നിലൂടെ നല്ലൊരു കോൺക്രീറ്റ് റോഡ് ഉണ്ട്. ഏകദേശം നമ്മുടെ വീടും അതിൻ്റെ തൊട്ടടുത്ത വീട് വരെ കറക്റ്റായിട്ട് റോഡ് വന്ന് ചെന്ന് അവസാനിക്കുന്നത്. അപ്പോൾ റോഡ് അരികിലാണെന്ന് വെച്ചാൽ റോഡ് അരികിലാണ്, നമുക്ക് വഴി സൗകര്യത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. അത്യാവശ്യം എല്ലാ വാഹനങ്ങളും വരാൻ വീതിയുള്ള വഴി തന്നെയാണ്. അത് മാത്രമല്ല ഒരു പാടശേഖരത്തിനോട് ചേർന്നില്ല, പാടശേഖരത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് നമുക്ക് വീട് വരുന്നത്. അപ്പോൾ ഒരു 6 സെൻറ്റ് സ്ഥലവും വീടെന്ന് പറയുമ്പോൾ അധികം ഒരുപാട് സമയമൊന്നും നമുക്ക് കാണിക്കാൻ ആവശ്യമില്ല, വളരെ പെട്ടെന്ന് തന്നെ കാണിക്കാം കേട്ടോ. എന്തായാലും നമ്മുടെ മുറ്റത്ത് ഐശ്വര്യമായിട്ട് 2 കേരവൃക്ഷങ്ങൾ കാണാനുണ്ടല്ലോ, ഒന്ന് ഈ ഒരു വലത് ഭാഗത്തും ഒന്ന് ഇടത് ഭാഗത്തും അല്ലേ. അത്യാവശ്യം നാളികേരമൊക്കെ ഉണ്ട് അല്ലേ. നാളികേരത്തിനൊക്കെ എന്താ വില എന്ന് ആളുകൾ പറയാറുണ്ട്. എന്തായാലും നനച്ചു കൊടുക്കണമെങ്കിൽ കുറച്ചുകൂടെ അല്ലേ. അപ്പം നനയ്ക്കാൻ വെള്ളം ഉണ്ടാകുന്ന അടുത്ത ചോദ്യം അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ, ഈ ഒരു 6 സെൻറ്റ് സ്ഥലത്ത് 2 രീതിയിലുള്ള വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. ഒന്ന് ഓപ്പൺ വെല്ലാണ്, ഒന്ന് ബോർവെല്ലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആളുകൾ ചോദിക്കുക എന്താ ഓപ്പൺ 2 വെള്ളം എന്ന് ചോദിക്കില്ലേ. അപ്പോൾ കിണറിൽ നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടെന്ന് വെച്ചാൽ ആളുകൾ ചോദിക്കും പിന്നെ എന്തിനാ നമുക്ക് ബോർവെല്ലെന്ന്. അതായത് നമ്മൾ കണ്ടു ഫ്രണ്ടിലൊക്കെ പാടശേഖരങ്ങളാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ തറ മട്ടത്തിന്, നമ്മുടെ ആ പാടത്തിൻ്റെ മട്ടത്തിന് ഇഷ്ടം പോലെ നല്ല അടിപൊളി വെള്ളമുണ്ട്. പക്ഷെ അറ്റ വേനലാകുമ്പോൾ, അതായത് കടുത്ത വേനലൊക്കെ വന്നാൽ ഒരല്പം കുറയും വെള്ളത്തിന് കുറച്ച് ഒരു നമ്മളെ ഈ ഓപ്പൺ വെല്ലിൽ. പക്ഷേ ബോർവെല്ലിൽ ഇഷ്ടം പോലെ, അതുകൊണ്ടാണ് ഒരു ബോർവെൽ കണക്ഷനും കൂടി കൊടുത്തത്. ഇതുവരെയാണ് നമ്മുടെ പ്രോപ്പർട്ടി. അപ്പോൾ നമ്മളിപ്പോൾ നിറയെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു പോയിട്ട് ഇനി വാങ്ങിക്കുന്ന ആളുകൾ അറ്റ വേനലത്ത് വെള്ളം കുറഞ്ഞ് എന്താ നിഷാദ് അന്ന് അങ്ങനെ പറഞ്ഞ് ചോദിക്കരുത്. അതുകൊണ്ട് നമ്മൾ ഉള്ളതുപോലെ പറയുന്നത് അല്ലേ. അപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ട് എന്തായാലും വരില്ല, ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ഇതിന് ഇവിടെ കുറച്ച് കുറവ് വന്നാൽ നമുക്ക് ഓപ്പൺ വെല്ലിനകത്ത് അല്ല ബോർവെല്ലിനകത്ത് കിട്ടും. പിന്നെ നമ്മൾ തെങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ, ഇഷ്ടം പോലെ നാളികേരുണ്ട്. ഇപ്പോൾ ഏകദേശം എന്താ പറയുക, ആ ഭാഗത്തേക്ക് ഈ ഭാഗത്തേക്കൊക്കെ നിറയെ അല്ലേ, കൊല നിറയെ നാളികേരങ്ങൾ കാശ് നിൽക്കുന്നുണ്ട്. അപ്പുറത്തെ തെങ്ങിലായാലും അവിടെ അങ്ങനെ തന്നെ. അപ്പോൾ എന്തായാലും നമുക്കിനി ഈ ഒരു സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഫ്രണ്ട് സൈഡ് നമുക്ക് നല്ല ഷീറ്റൊക്കെ ഇറക്കിയിട്ട് 1-2 വാഹനങ്ങൾ വന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കാറ്റാണ് കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്ത് നമുക്ക് മുകളിൽ കയറുമ്പോൾ പോവാം. അപ്പോൾ നമ്മളെ വീടിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കാണാം. ഏകദേശം ഒരു 900 സ്ക്വയർ ഫീറ്റ്. നമുക്കതൊരു കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു 2 BHK വീടാണ് നമ്മൾ കാണിക്കുന്നത്. അതായത് 900 സ്ക്വയർ ഫീറ്റിൽ നല്ല വിശാലമായൊരു ഹാളല്ലേ. കുറച്ച് ഫർണിച്ചറൊക്കെ ഇവിടെ കിടപ്പുണ്ട്, കൊണ്ടുപോയിട്ടില്ല. ഈ ഹാളിനോട് ചേർന്ന് ചെറിയൊരു പൂജാമുറി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഷോക്കേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഹാളിൽ നിന്ന് നേരെ 2 ബെഡ്റൂം. ഈ 2 ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ആണ്. വലത് ഭാഗത്തൊരു ബെഡ്റൂം. അപ്പോൾ ഒരു കൊച്ചു ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാൻ വളരെ വൃത്തിയും വെടുപ്പുമുള്ള, നല്ല രീതിയിൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് ടൈലൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ടുള്ള വീടാണ്. ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല. 2 അറ്റാച്ച്ഡ് ആണ്. ഈ ഒരു ഭാഗത്ത് ടോയ്ലറ്റ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ 2ാമത്തെ ബെഡ്റൂം, ഇതിനോട് ചേർന്ന് തന്നെ 2ാമത്തെ ബെഡ്റൂം. ഈ 2ാമത്തെ ബെഡ്റൂമിലും അതിനിടയിൽ നമുക്കൊരു വാഷ് ബേസ് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്കിവിടെ ഒരു ഡൈനിങ് ടേബിളൊക്കെ ഇടുകയാണെങ്കിൽ അല്ലേ, കൈ കഴുകാനും കാര്യങ്ങളൊക്കെ ഇവിടെ സ്ഥലം ഈ ഒരു ഭാഗത്തുണ്ടാവും. 2ാമത്തെ ബെഡ്റൂം ഒരു ബെഡ് സ്പേസും അലമാരക്കുള്ള സ്പേസൊക്കെ കാണാനുണ്ട്. ഇത് നമുക്ക് വന്നിട്ട് അറ്റാച്ച്ഡ് സൗകര്യമുണ്ട്. ഒന്ന് യൂറോപ്യൻ ക്ലോസറ്റും ഒന്ന് ഇന്ത്യൻ ക്ലോസറ്റുമാണ് അല്ലേ. ഈ ഒരു ജനലിലൂടെ നോക്കുമ്പോൾ തന്നെ അല്ലേ, തെച്ചിയും തുളസിയും ചെമ്പരത്തിയൊക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ട് ഒരു കൊച്ചു കിളിക്കൂടും കാണാനായിട്ട്. നല്ല കാറ്റത്താണ് അങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നതല്ല. അതായത് വളരെ ഗ്രാമീണ ഭംഗി തുളുമ്പുന്ന ഒരു പ്രദേശം എന്ന് വെച്ചാൽ
അത് മാത്രമല്ല ഈ പാടത്തിൻ്റെ അടുത്തായിട്ട് വെയിലുണ്ടോ, നമുക്ക് ചൂടടിക്കുന്നൊക്കെ ആളുകൾ ചോദിക്കും. യാതൊരുവിധ ചൂടടിക്കണം, നല്ല തണുപ്പാണ് ഫീൽ ചെയ്യുന്നത്. കാരണം നമുക്ക് മുകളിൽ റൂഫ് ചെയ്തുകൊണ്ട് നല്ല തണുപ്പ് തന്നെയാണ് ഉള്ളത്. ഇനി നമ്മൾ നേരെ കിച്ചണിലേക്ക് വന്നു. അത്യാവശ്യം നല്ല സൗകര്യമുള്ള അടിപൊളി കിച്ചൺ തന്നെയാണ് അല്ലേ. അതിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. താഴത്തെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് നല്ല മരത്തിൻ്റെ തന്നെ വർക്കിലല്ലേ, നമുക്ക് പാത്രങ്ങളും മസാല പാത്രങ്ങളും അല്ലേ ബോട്ടിലുകളൊക്കെ വെക്കാനൊക്കെ സൗകര്യത്തിന് അലമാരയും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ ഇത് കൂടാതെ നമ്മുടെ ബോർവെല്ലിനുള്ള മോട്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കൂടാതെ ചെറിയൊരു വർക്ക് ഏരിയ, ഒരു എന്താ പറയുക സ്റ്റോറേജ് സ്പേസ് പോലെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു സ്പേസ്. അതിന് പുറമെ പുറത്തേക്കൊരു ഗ്രില്ലൊക്കെ ഇട്ട് അടിപൊളി നല്ല സേഫ് ആൻഡ് സെക്യൂർഡിൽ ഒരു വാഷിംഗ് മെഷീനൊക്കെ വെക്കുകയാണെങ്കിൽ അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പുറത്തേക്കുള്ള ഒരു ഡോറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഈ സ്ട്രെസ് വർക്കിനോട് ചേർന്ന് ചെയ്താവാം. എന്തായാലും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വീട് ഒരു ഫാമിലി വന്ന് താമസിക്കണമെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമ്മൾ ഉപ്പും മുളക് പൊടി മസാല പാത്രങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടു സാധനങ്ങളായിട്ട് വരിക, വീട് താമസം തുടങ്ങുക. അല്ലാണ്ട് വീട്ടിലൊരു പണി നമുക്ക് ചെയ്യാനില്ല. വളരെ വൃത്തിയായിട്ട്. ഇനി നമുക്ക് ആ സൈഡിലോട്ട് കയറി മുകളിലും കൂടി പോയിട്ട് പെട്ടെന്ന് വില പറയാം കേട്ടോ. ഇനി അധികം ഒന്നും വലിച്ചു നിന്നിട്ടല്ല, പെട്ടെന്ന് പറയാം. എന്തായാലും നമ്മുടെ വീടിൻ്റെ ഇടത് ഭാഗത്തില്ലേ, അതായത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇടത് ഭാഗത്തില്ലേ, നല്ല അടിപൊളിയായിട്ട് തണലും ഭംഗിയൊക്കെ ആയിട്ടില്ലേ, നല്ല ചെമ്പരത്തി പൂവ് അതിൻ്റെ ഇലകളൊക്കെ നിൽക്കുന്നുണ്ട്. കറിവേപ്പില മരം വലുതായിട്ടാണ് ഈ ഭാഗത്തില്ലേ, നല്ലപോലെ ഇല കറിവേപ്പില, ഒരു വീട്ടിന് ആവശ്യമായ കറിവേപ്പില എല്ലാം കിട്ടും. അപ്പോൾ വേറെന്താ, ഇനി മുകളിലേക്കുള്ളൊരു വഴി ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പുറത്തുനിന്ന് ഒരു സ്റ്റെയറില്ല, നമ്മൾ പഴയ മോഡൽ വീടൊക്കെ ചെയ്യുമ്പോൾ ചെയ്യണ പോലെ. എങ്കിൽ തന്നെ നമ്മുടെ ആ വർക്ക് ഏരിയ ആ ഭാഗമൊക്കെ സേഫായിട്ട് അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടല്ലേ. പിന്നെ ഒരു വീട് റൂഫ് ചെയ്യുന്നതിനുള്ള ഗുണം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. കാരണം അത് ആ വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് മനസ്സിലായി നല്ല തണുപ്പും തണലുമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. മുകളിൽ വന്നാലാണ് ആ ഒരു പ്രത്യേക ഫീല്. കാറ്റിന് കാറ്റ്, നമുക്ക് ആ പുറത്തേക്ക് നോക്കിയാൽ ഈ അടുത്ത് നമുക്കൊരു എൻക്വയറി ഉണ്ടായിരുന്നു, കണ്ണൂരിൽ നിന്നാണെന്ന് തോന്നുന്നത്, ഒരു ടീച്ചറാണ് വിളിച്ചത്. അവർ എപ്പോഴും പറയും, പക്ഷെ അത് വീടിന് നോക്കിയ വീടിൻ്റെ വാതിൽ തുറന്ന മുന്നിൽ പാടശേഖരങ്ങൾ കാണാം. പാടശേഖരങ്ങൾ പച്ചപ്പാർന്ന അല്ലെങ്കിൽ പൊൻകതിര ഒക്കെ ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ പറ്റുന്ന പോലത്തെ ഒരു പ്രോപ്പർട്ടി വന്നാൽ പറയണമെന്ന് പറയാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അവർക്കൊക്കെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. അതായത് അവരുടെ ഉദ്ദേശം ഇതാണ്, റിട്ടയർമെൻറ്റ് ലൈഫിൽ കഥയൊക്കെ എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതുപോലെ ആവശ്യങ്ങളുള്ള ഒരുപാട് പേരുണ്ട് അല്ലേ. നേരത്തെ നമ്മൾ നാളികേരം കാണിച്ചപ്പോൾ കണ്ടായിരുന്ന അല്ലേ, നാളികേരമൊക്കെ അത്യാവശ്യം കാണുന്നുണ്ട് അല്ലേ. പിന്നെ റോഡ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ചയാണ് അല്ലേ, ഇഷ്ടംപോലെ പച്ചപ്പാർന്ന വൃക്ഷങ്ങളും നല്ല ഗോൾഡൻ കളറിലുള്ള പാടശേഖരങ്ങളും. അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ച. ഇനി ഒരു വാട്ടർ ടാങ്ക് ഇല്ലേ, വാട്ടർ ടാങ്ക് ഇവിടെ ഇതാ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വെയിലൊന്നും കൊണ്ട് ചൂടാവില്ല അല്ലേ, കാരണം റൂഫ് ചെയ്തിരിക്കുകയാണ്. വീടിനും വർഷങ്ങളോളം 10, 20, 30 വർഷങ്ങളോളം അല്ലേ യാതൊരു കേടോ ഒന്നും സംഭവിക്കില്ല. കാരണം എന്താ വെച്ചാൽ റൂഫ് ചെയ്തപ്പോൾ വെയിലും മഴയൊന്നും കൊള്ളാത്തതുകൊണ്ട് ചോർച്ച കാര്യങ്ങൾ അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു മനോഹരമായ പ്രോപ്പർട്ടി, ഇതിൻ്റെ പരിസരമൊക്കെ ഇഷ്ടംപോലെ വീടുകളാട്ടോ, ചുറ്റും വീടുകളാണേ. അപ്പോൾ അതിനൊന്നും ഒരു കുറവില്ല. അപ്പോൾ സാധാരണ ആളുകൾ ചോദിക്കും, നമ്മൾ ഈ പാടങ്ങളും ഇതൊക്കെ കാണിക്കുമ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ അത് കുറേ ഉള്ളിലാണെന്ന് ചോദിക്കും. അപ്പോൾ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽ പെട്ട ഒരു സ്ഥലമാണ്, പഞ്ചായത്തൊന്നുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വാല്യൂ നിങ്ങൾക്ക് അറിയാം അല്ലേ. ഒറ്റപ്പാലം ടൗണിൽ നിന്ന് വളരെ അടുത്തുള്ള തോട്ടക്കരയിൽ നിന്ന് നടക്കാവുന്ന ദൂരം, അതായത് 1 കിലോമീറ്റർ ദൂരം. ഇവിടെയുള്ള നമ്മൾ അയൽവക്കത്തൊക്കെ ആളോട് ചോദിക്കുമ്പോൾ നടന്നിട്ടൊക്കെ പോകാൻ കഴിയുന്ന ദൂരമാണ് നമുക്കുള്ളത് പോസ്റ്റ് ഓഫീസിൻ്റെ ആ ഭാഗത്തേക്ക്. അത് മാത്രമല്ല ഒറ്റപ്പാലം ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ നമുക്കൊരു 1.5 കിലോമീറ്റർ ഇല്ല, 1.4 ആണ് കാണിക്കുന്നത്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ 3 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലേ. അപ്പോൾ ഇനി കൂടുതലൊന്നും പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഉടമസ്ഥൻ നേരിട്ട് ഏൽപ്പിച്ചൊരു പ്രോപ്പർട്ടിയാണ്. ഇടനിലക്കാർ ആരും തന്നെ വിളിക്കേണ്ടതില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആവശ്യക്കാർ മാത്രം, നേരിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ മാത്രമേ വിളിക്കാവൂ കേട്ടോ. അത് ഓണർ പ്രത്യേകം പറഞ്ഞതാണ്. നമ്മൾ ഒറ്റപ്പാലം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നാൽ നമ്മളൊരു ട്രാൻസ്ഫോമറിൽ ഇടത്തോട്ട് തോട്ടക്കര പോസ്റ്റ് ഓഫീസ് റോഡ് കാണാം. ആ റോഡിലൂടെ വരുമ്പോൾ നമുക്ക് അവിടെ തന്നെ ഒരു ബോർഡ് കൂടെ കാണാൻ പറ്റും. തിരുവള്ളനാട് ഭഗവതി ശാസ്താക്ഷേത്രം എന്ന ഒരു ബോർഡ് കാണാൻ പറ്റും അല്ലേ, 2 പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ ആ അമ്പലത്തിൻ്റെ മുന്നിലൂടെയാണ് നമ്മൾ വരേണ്ടത്. അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു കോൺക്രീറ്റ് റോഡിലേക്ക് പാടത്തോടെ ഇറങ്ങിയാൽ ആ വഴി ഇങ്ങനെ ഇറങ്ങി പാടത്തോടെ ഇറങ്ങി നമുക്ക് ഒരു കോൺക്രീറ്റ് റോഡ് കാണാൻ കഴിയും. അതുമാത്രമല്ല തോട്ടക്കര ഗവൺമെൻറ് സ്കൂളിൽ LP സ്കൂൾ അതിൻ്റെ മുന്നിലൂടെയാണ് അല്ലേ. എങ്ങനെ അപ്പോൾ വഴിയൊന്നും തെറ്റാനില്ല, നമ്മൾ വാട്സപ്പിൽ ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി പരിധിയിൽപ്പെട്ട വളരെ അടുത്ത്, ടൗണിൽ നിന്ന് വളരെ അടുത്തുള്ള ഈ ഒരു മനോഹരമായ പ്രദേശത്തുള്ള ഒരു വീടും
ഈ ഒരു എന്താ പറയുക 6 സെൻറ്റ് സ്ഥലത്തിനും കൂടി ഉടമസ്ഥൻ ചോദിക്കുന്നത് 28 ലക്ഷം രൂപയാണ്. അപ്പോൾ 28 ലക്ഷം രൂപ എന്നുള്ളത് അവസാന വാക്കാണെന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. ചെറിയ രീതിയിൽ, വലിയ ആഘോഷങ്ങളൊന്നുമല്ല, ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്താനും തയ്യാറാകും പെട്ടെന്ന് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അല്ലേ. അപ്പോൾ വേറെന്താ, സ്ഥലത്തിൻ്റെ വില പറഞ്ഞു കഴിഞ്ഞാൽ ഉടമസ്ഥൻ നേരിട്ട് ഏൽപ്പിച്ച പ്രോപ്പർട്ടിയാണ്. ഇടനിലക്കാർ ആരും തന്നെ ഇല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഓരോ പ്രോപ്പർട്ടികൾ വിൽക്കുമ്പോഴും വാങ്ങുമ്പോൾ അല്ലേ ഓണറിൽ നിന്ന് 2% ബയറിൽ നിന്ന് 1% ഇങ്ങനെയാണ് കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത്. എന്തായാലും പിന്നെ നിങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മോൾ ഡീറ്റെയിൽസ് അല്ലേ, ആധാരം, അതുപോലെ തന്നെ യാതൊരുവിധ ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടായാലും എല്ലാം പക്കയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന്, കാരണം ഇതുപോലുള്ള ഒരു ലൊക്കേഷനിൽ വീടുകൾ നമുക്ക് അപൂർവമായിട്ടാണ് വരാറുള്ളത്. അതായത് എല്ലാം ഒത്തിണങ്ങി വരണല്ലേ, ഭംഗിക്ക് ഭംഗിയുണ്ട്, അതുപോലെ തന്നെ ക്വാളിറ്റിക്ക് ക്വാളിറ്റി. വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു വീടേ അല്ല കേട്ടോ, അവർ താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വീടാണ്. പിന്നെ കുട്ടികളുടെ പഠനം മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ദൂരെ ആയതുകൊണ്ട് പിന്നെ വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്താണ്. അതുകൊണ്ട് തന്നെ വളരെ വൃത്തിയായിട്ട് യാതൊരുവിധ, കാരണം ഇതിൻ്റെ ഒരു മുകളിലുള്ള ഈ ഒരു ഭാഗം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ സ്ട്രെസ് വർക്ക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നിലവായിക്കോട്ടെ, എന്തും അല്ലേ. ഒരു ഫാമിലി വന്ന് താമസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും ചെയ്യേണ്ടതില്ല, വളരെ കൂളായിട്ട് വന്ന് താമസം തുടങ്ങാം. അപ്പോൾ കഥ എഴുതുന്ന ആളുകൾക്കൊക്കെ അല്ലേ വളരെ ഇഷ്ടപ്പെടും. കാരണം മുന്നിൽ ഈ ഒരു പച്ചപ്പിലേക്ക് നോക്കിയില്ലേ, ഈ ഒരു എന്താ പറയുക പൊന്നിൻ കതിരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി കൂടുതലൊന്നും വലിച്ചു നീട്ടേണ്ടെന്ന് ആളുകൾ പറയണ്ടല്ലേ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊന്നും പറയാനില്ല. ആദ്യമായിട്ട് കാണുന്ന ആളുകളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം. അതൊരു ബൈ.